കാണടാ കാണടാ കണ്ടു പഠിക്കടാ, കാണടാ കാണടാ കണ്ടു പഠിക്കടാ, കേൾക്കടാ കേൾക്കടാ കേട്ടു പഠിക്കടാ, ഈ ചെയ്യുന്ന പ്രവൃത്തി കേൾക്കടാ കേട്ടു പഠിക്കടാ, കാണുക, കാണടാ ഭക്ഷിച്ചു നോക്കടാ, ഇതിലും നന്നായി ഭക്ഷിച്ചു നോക്കടാ, നിങ്ങൾ കൃഷി ചെയ്യുക. ലോകം കാണട്ടെ. ഇത് കണ്ടു പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി. ഇത് ചാണവും കോഴിക്കാട്ടവും നാടൻ ചൈരി കോഴിക്കാട്ടവും അതുപോലെ തന്നെ ആട്ടുംകാട്ടും കൂടി മിക്സ് ചെയ്താണ്. ഇത് ആട്ടുംകാട്ടം ഈ ആട്ടുംകാട്ടം ഈ കോഴിക്കാട്ടത്തിൽ കൂടെ ഈ ചാണത്തിൽ കൂടി കൂട്ടുക. കണ്ട ആട്ടുകാട്ടം വരുന്നത് കണ്ടത് നാടൻ ആട്ടുംകാട്ടം, തനി നാടൻ. അതെ കണ്ടേ ഇത് വാരിട്ടു ഇതിൽ കൂടെ മറക്കുക. എന്താ സുഹൃത്തുക്കളെ, മറക്കേണ്ട കാണുന്നത് കണ്ട വാരിട്ടു വാരിട്ടും ഉണ്ടാതെ ആട്ടും കട്ടം ഒരു മടിയില്ല. ഇതുപോലെ തന്നെ മറക്കണം. ഒരു കുട്ടിയെ കൊച്ചു കുട്ടിയെ എങ്ങനെ താലോലിക്കുന്നു അതുപോലെ ആയിരിക്കണം കൃഷി. അല്ലാത്തവൻ കൃഷി ചെയ്യാൻ പോയിട്ട് കാര്യമില്ല കേട്ടാ. ഇതേ അല്ല, കാശല്ല വലിയത്, അല്ലെങ്കിൽ ലാഭമല്ല വലിയത്. ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ മക്കളെ താലോലിക്കുന്ന മാലിൽ തന്നെ കൃഷിയെയും നമ്മൾ താലോലിച്ചാൽ സമൃദ്ധിയായിട്ടുണ്ടാവും. ഇതേ ഇത് വാരി വെക്കുന്നതാണ് കണ്ടാ മതി. എന്താ ഇതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ചെടിയുടെ അടുക്കേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നത്. ചെടിയുടെ കടക്കേക്ക് കൊണ്ടുപോകും. ടോമി ചേട്ടോ, ഇപ്പം ഇവിടെ കൊണ്ടുവച്ച വളല്ലേ അത് എന്നിട്ട് കടക്കാനിടാനുള്ള അതാ നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക. ഇപ്പം പുതിയൊരു സൈസ് കൃഷി രീതി ഞാൻ ആരംഭിച്ചിരിക്കുകയാണ്. നാച്ചുറലായിട്ടുള്ള കൃഷിയാണ്. അതായത് ഇതേ അപ്പുറത്തൊരു കുഴി കുത്തിയിട്ടുണ്ട് കണ്ട. ഇതുപോലെ ഒരു കുഴി കുത്തി കഴിഞ്ഞിട്ട് ഇവിടെ വീഴുന്ന ചവറും അതാ ഈർപ്പം നിൽക്കാമെന്ന് ചവറും ഒക്കെ പാടെ കൂടി ഈ കുഴിയിലിട്ടതിന് ശേഷം ഇത്തിരി കോഴിക്കാട്ടോ ഇത്തിരി ചാണപ്പൊടിയോ അതിൻ്റെ മുകളിൽ കൂടിയിട്ട് അതിന് മണ്ണിടുക. മണ്ണിട്ടതിന് ശേഷം നനയ്ക്കുക. നനച്ചതിന് ശേഷം അതിൽ കുരുകുത്തുക. ഈ കാണുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഇതൊരു വലിയൊരു വാഴക്കുഴി പോലെ കുത്തിക്കണം. ഈ കുഴി കുത്തിയിട്ട് ഈ കുഴിയിൽ ചപ്പും ചവറും വാളിട്ട് മൂടിയതിന് ശേഷം ഞാൻ ഈ കുരു കുത്തിയിട്ടേ ഇത് പന്തലുമ്മ കയറുന്നതാണ് കാണുന്നത്. ഇത് കഴിയുന്നതിന് ഒരു കൃഷി കഴിയുന്നതിന് മുന്നേ വേറൊരു കൃഷി പന്തലിലേക്ക് കയറ്റുക. ആ വന്ന് കയറി നിൽക്കണതാണ് കാണുന്നത്. ഇതിൻ്റെ കടയ്ക്ക് ഒരു 6-7 കട ഇതിൻ്റെ കടയ്ക്കുണ്ട്. അതായത് ഇത് വെള്ളരിയാണ്. വെള്ളരി പൂവും കായും ഉണ്ടായിരിക്കണം. അതെ ഇത് വെള്ളരിയാണ്. ദേ ഇത് പൂവാണ് കായാണ്. ദേ ഇത് കുമ്പളാണ് സുഹൃത്തുക്കളെ. ഇത് കുമ്പളം കണ്ടാ പൂവ് തനതാണ് കുമ്പളം. അതേ കുമ്പളം കണ്ടാ. ദേ ഇത് കുമ്പളാണ്. ദേ ഇത് മത്തയാണ്. മത്ത ദേ കണ്ട അപ്പുറത്തും വെള്ളരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു ഗുണമുണ്ട് സുഹൃത്തുക്കളെ. ഒരു വളം 3 വിള നമുക്ക് കിട്ടും. അപ്പോൾ മുകളിൽ നിങ്ങൾ കണ്ടു വെള്ളരി കഴിയാണ്, അല്ല പടവലം കഴിയാണ്. പടവലം ദേ അതിൻ്റെ ഇടയിൽ ഇതേ ചരക്കുണ്ട്. ചരക്ക കണ്ടതേ ചരക്ക പടവലം കഴിയുമ്പോഴേക്ക് വേറെ കൃഷി ഇതേ ഇതിൻ്റെ മുകളിൽ കയറുകയാണ്. ആ പൊട്ടിച്ചു തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. അതിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോഴേക്ക് വേറൊരു കൃഷി ഇതിലേക്ക് കയറുക. അതെ ഇത് ചരയാണ്. ചര കണ്ടതേ ചര കയറുക. അതെ ചര കയറി വന്ന് നിൽക്കുന്നത്. പടവലം കയറി നിൽക്കണം. ഇനി ഇതേ ഈ വളം ഇതിൻ്റെ കടയ്ക്ക് ഇടണം. ഈ വളം ഇട്ടതിന് ശേഷം ഇതിൻ്റെ കടയ്ക്ക് പൈപ്പ് വെറുതെ പിടിച്ചാൽ മതി. അപ്പോൾ ഈ വെള്ളം വേസ്റ്റ് വരില്ല. ആ വളം മണ്ണ് കുത്തി ഇളകി ഇതുമ്പോൾ കൂടെ ആവും. ഇതേ ഇതിൻ്റെ കടയ്ക്ക് വളം ഇടാൻ പോകുന്നത്. നീ കണ്ട ഇത് ചെയ്യുന്നത് കാണാതെ കണ്ട ഇതിൻ്റെ കടയ്ക്ക് കിടക്കേണ്ട വളം. ദേ കണ്ട
ഇതാ ഈ വളർന്ന് നിങ്ങൾ കാണാം. എന്താ വളർത്തണത് കാണാം. ഇല്ലേ ഇല്ലേ ഈ വളർന്ന് നിങ്ങൾ കാണുക. ഇത് കണ്ടു പഠിക്കുക. ഇത്ര വളം അതിൻ്റെ ഇടയ്ക്ക് ഇട്ടു. എന്താ വെറുതെ തിരിച്ചല്ല വാരി തരണേ. എന്താ ഇനി ഇതിൻ്റെ കടയ്ക്ക് പൈപ്പ് പിടിച്ചാൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്കറിയാം. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശ്രദ്ധയിൽപ്പെടുത്തുകയെന്ന് മാത്രം അല്ല, ഒരു കാര്യം നിങ്ങളെ പ്രത്യേകിച്ച് നിങ്ങളത് കണ്ടു പഠിക്കണം, മനസ്സിലാക്കണം, അതിൽ നിന്ന് വിലയിരുത്തണം, അത് കണ്ടു പഠിക്കണം. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാതിരിയിലുള്ള ഒരു പണിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ആ പണി നിങ്ങൾ കാണണം, അത് നിങ്ങൾ ആസ്വദിക്കണം, മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു നൽകണം, ഇത് കണ്ടു പഠിക്കണം, വരും തലമുറയെ വാർത്തെടുക്കണം. ഇന്ന് കൃഷി ചെയ്യാൻ ആളില്ല. നാച്ചുറലായിട്ടുള്ള കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്, പക്ഷേ കൃഷി ചെയ്യുവാൻ ആളില്ല. ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ സമയമില്ല. സമയം ഉണ്ടാവും സുഹൃത്തുക്കളെ, സമയം വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. സ്വന്തമായി വീട്ടിൽ ഒരു കൃഷിത്തോട്ടം ഉണ്ടായാൽ പുറത്ത് പോയി ഒരു സാധനം മേടിക്കേണ്ടി വരില്ല. അവരുടെ വീട്ടിലുണ്ടാകുന്ന സാധനം വെച്ച് കഴിച്ചാൽ ആരോഗ്യം കൂടുതലുണ്ടാവും, ദീർഘായുസ്സുണ്ടാവും. ദേ കണ്ട, ദേ ഓണത്തിനുള്ള ചേന കണ്ട, ദേ സുഹൃത്തുക്കളെ ഓണത്തിനുള്ള ചേന റെഡിയായി നിൽക്കുന്നത് കണ്ട, ദേ ചേന കണ്ട മുളച്ച്, ദേ കണ്ട ചേന മുളച്ച് വളർത്ത് മൂടിയ ചേന ദേ മുളച്ച് വരികയാണ്. ദേ കണ്ട ചേന മുളച്ചിട്ടുണ്ട. ദേ നിങ്ങൾക്ക് ഓണത്തിന് തരുന്നതിനുള്ള ചേനയാണ് ഈ കാണുന്നത്. കണ്ട ചേന മുളച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. കണ്ട ഈ ചേന നിങ്ങൾക്ക് ഓണം വരുമ്പോഴേക്ക് പറിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് തരും. കണ്ട ഈ കുഴികളിൽ വെറുതെ ആ കുഴിയിലൊക്കെ ചേന വെച്ചിട്ടുണ്ട്. ഇതേ ഇനി ഒരു കൃഷി പുതിയതായിട്ട് ചെയ്യാൻ പോകും. ആ ചെയ്യുന്ന നിങ്ങൾ കാണുക, ഇത് നിങ്ങൾ പഠിക്കുക. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന പഴങ്കഞ്ഞളാണ്. കണ്ട കണ്ട ഒരു വേസ്റ്റും കളയാതെ. ഈ പഴങ്കഞ്ഞളത്തിന് വേറൊരു കാര്യമുണ്ട്, ഇതിന് കളി കൂടുതലാണ്. കളി കൂടുതൽ ഇത് തൈകളുടെ കടയ്ക്ക് ഒഴിക്കുമ്പോൾ ആ പശ ഒട്ടി നിൽക്കും. ആ പശ ഒട്ടി നിൽക്കുമ്പോൾ ഈ മീന് അല്ല ഈ കൃഷിക്ക് അനുയോജ്യമാണത്. അപ്പോൾ പ്രാണികളൊക്കെ ഇത് സ്മെല്ലടിക്കുമ്പോൾ അമ്മന്ന് പറന്നു പോകും. അതിൻ്റെ സ്മെല്ലും ബാക്കിയുള്ളതേ ഇത് സുഹൃത്തുക്കളെ ഇത് കാണാതെ കമ്മാലിച്ചാണ്. കമ്മാലിച്ചാണം ദേ കണ്ടതേ, കമ്മാലിച്ചാണം ദേ കണ്ട, ദേ കണ്ട ഈ കന്നാലിച്ചാണം അങ്ങ് കാണുക. കണ്ട ദേ കണ്ട അതിൻ്റെ കളർ കണ്ട, ദേ കന്നാലിച്ചാണം ദേ നീ കൂടെ കൂട്ടുക. കണ്ടാ ദേ നന്നായിട്ട് കന്നാലിച്ചാണം ഉണ്ട്. കണ്ടതേ കണ്ടതേ ഈ കന്നാലിച്ചാണ് മറ്റേ ഞാൻ പറഞ്ഞുതരാം. ദേ കന്നാലിച്ചാണ് ഇതിൻ്റെ ഇടയ്ക്കിട്ടാണ്. ദേ കണ്ട ദേ ഒഴിക്കണണ്ട. ഈ കന്നാലിച്ചാണ് ഇതിൻ്റെ കടയ്ക്ക് ഇത് ഇടാൻ പോണേ. ദേ കണ്ട അവിടെ കൂടുതലായി കഴിഞ്ഞാലേ ചിലപ്പോൾ വെന്തു പോകും. മനസ്സിലായ കൂടുതലാവുമ്പോൾ അല്ലാതെ കന്നാലിച്ചാണ് ഉടക്കിയത്. കണ്ടാതെ കന്നാലിച്ചാണ് ഉടക്കിക്കൊണ്ടാതെ. എന്താ ഈ സുഹൃത്തുക്കളെ കന്നാലിച്ചാണ് ഉടച്ചു കഴിയുമ്പോഴേ നമ്മൾ വീടുകളിൽ മാടുകൾ വളർത്തുന്നുണ്ട്. മുൻകാലത്തൊക്കെ ഈ വളർത്തുന്ന മൂത്രം ഒരു വില ഉണ്ടായില്ല, വെറുതെ തെക്കിക്കളിയുക. ഇന്ന് മൂത്രം കാണാൻ പോലും കിട്ടാനില്ല, പശുക്കൾ വരില്ല. എന്ന് പശുക്കൾ പോലും വീടുകളിൽ ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കാണുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി, സത്യം നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ചെയ്തത്. ആ മൂത്രം കണ്ടത് ഇതിൻ്റെ കളർ നോക്കി കണ്ട കൊഴുന്നിരിക്കുന്ന കണ്ടത് ഇത് കുടിക്കാനാ തോന്നണേ. കണ്ടത് കണ്ടാ ചെയ്തങ്ങനെ കണ്ടത് കണ്ടത് കൊഴുന്നിരിക്കുന്ന കണ്ടത് കണ്ട. എന്നിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഈ പച്ചക്കറികൾ എത്തുന്നത്. അല്ല ബാക്കിയുള്ളവർ പറയുന്ന മാരിലോ ബാക്കിയുള്ളവർ ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം 5 പ്രാവശ്യം മരുന്നടിച്ച് അത് പിറ്റേ ദിവസത്തേക്ക് നല്ല വടി പോലെ നിർത്തി നിങ്ങളുടെ അടുത്ത് കൊണ്ടു തരുന്ന പരിപാടിയല്ലത്. നാച്ചുറലായിട്ടുള്ള കൃഷിയാണ്, നാച്ചുറലായിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. കണ്ടതേ മൂത്രമായിരിക്കും ഒഴിക്കാൻ പോവുക. ഇത് മീൻകുളത്തിൽ അല്ല ഈ പശുക്കളുടെ മൂത്രമാണ്. ഈ മൂത്രവും ഇതിൽ കൂടെ കൂട്ടാതെ
ആ മൂത്രം മൊത്തയിൽ കൂട്ടി ഇതാ. ഇനി ഇത് വേറെ കൊണ്ടുവന്നിട്ട് വളരെ കഴിഞ്ഞു. ഇതേ മൂത്രം കൂടി അതിപ്പോ ചേട്ടനത് ആരെ വിടുന്നത് ഈ മൂത്രം കൊണ്ടുവരുന്നത്? മൂത്രം ഇവിടെ ചാണം കൊണ്ടുവരുന്നുണ്ട്. ചാണം മേടിക്കുന്നുണ്ട് പോലെ. അപ്പൊ അത് ചാക്ക് ഇവിടെ കൊണ്ടിട്ട് തരും. അപ്പൊ ആ ചാണം കൊണ്ടുവരുമ്പോ അവനെ കൊണ്ട് കുടിരിക്കുന്നതാ. അവരോട് പറയും അവരോട് മൂത്രം വേണമെന്ന് പറയുമ്പോ അവൻ തിരിയിലൂടെ കൊണ്ടുവരും. അതെ മൂത്രം ദേതി കൂടെ ഒഴിച്ചു കണ്ട അത് കണ്ട ഇതിന്റെ കളി കണ്ട. മൂത്രം കൂടി ഒഴിച്ചപ്പോ ഇതിന്റെ കളി ഭയങ്കര കളിയാ. ഇനി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കാണുന്ന മീൻകുളമാണ്. ആ മീൻകുളത്തിൽ നിന്നുള്ള വാൽവ് തുറന്നുള്ള വെള്ളം തീ കൂടെ എടുക്കാൻ പോകുന്നത് കാണുന്നത്. സുഹൃത്തുക്കളെ ദേ മീൻകുളത്തിൻ്റെ വാൽവ് തുറന്നു. ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം കാണാം. വെള്ളത്തിൻ്റെ കളറ് എന്താ ഈ വെള്ളം നോക്കിയേ. അല്ല അതിൽ വെള്ളം കുറവായതുകൊണ്ട് ഇവിടെ വെള്ളം കുറവ് കിട്ടാൻ അതിലേക്ക് വെള്ളം അടിച്ചിട്ടില്ല. അതെ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ട. ആ വെള്ളമാണ് നീ ഒഴിക്കുന്നത് കണ്ട. അതെ കണ്ട സുഹൃത്തുക്കളെ ഈ വെള്ളത്തിൻ്റെ കളർ കാണുക കണ്ട. ദേ കണ്ട വെള്ളം വരണണ്ട. അതെ എൻ്റെ കളറ് ദേ കണ്ട മീൻകുളത്തിലെ വെള്ളം കാണണ. ദേ ആ വെള്ളമാണ് ഞാൻ ദേ പച്ചക്കറിയിൽ കൂട്ടാൻ പോണേ കണ്ട. ദേ ഇത് കുറുകുറുന്നുള്ള വെള്ളം. അത് കൊണ്ടാണ്. ദേ എന്താ നല്ല കുറുകുറുപ്പുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ ഈ വെള്ളത്തിന്റെ കളർ കാണാ. എന്താ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തതാണ്. ഇത് കണ്ട കണ്ട ഈ വെള്ളമാണ് ഞാൻ എടുത്തേക്കണത് കണ്ട. അതേ കണ്ട തെക്കണ കണ്ട സുഹൃത്തുക്കളെ. ഇതേ കണ്ട ഈ വെള്ളത്തിന്റെ കളർ കണ്ട. ഇതാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് കണ്ട. അതേ ഇനിയിപ്പോൾ ആ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകണം. ദേ ആ വെള്ളം കണ്ട. ദേ ആ വെള്ളം ഇതിൽ കൂടെ കൂട്ടുകയാണ് കണ്ട. അതെ ഇതിനകത്ത് മൂത്രം ചാണം വരുന്നില്ല മീൻകുളത്തിലെ വെള്ളം കഞ്ഞിവെള്ളം ഇത്രയാണ് ഇതിൻ്റെ മിശ്രം. മീൻകുളത്തിലെ വെള്ളം പോത്തുകളുടെ ചാണം മൂത്രം പഴങ്കഞ്ഞെള്ളം 4 ഇതിൽ കൂട്ടിയിട്ടുണ്ട്. ഇതേ എന്താ ഈ സുഹൃത്തുക്കളെ ദേ ഇത് ഇതിൻ്റെ കടയ്ക്ക് ഒഴിക്കാൻ പോകണം. ഈ ഒഴിക്കുക എന്താ ഇതിന് വേസ്റ്റ് വരില്ല. എന്താ ഇതിന് ഇത് ഒഴിച്ചാൽ ഇത് വേസ്റ്റ് വരില്ല. എന്താ എന്താ ഇനി ഇത് ഒഴിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ പൈപ്പ് എടുത്തിട്ട് മോട്ടർ അടിക്കും. മോട്ടർ അടിച്ച് കഴിയുമ്പോൾ ഇത് കലങ്ങി എല്ലായിടത്തും എത്തും. മണ്ണിടണ്ട വേറെ ഒന്നും ചെയ്യേണ്ട ആ പൈപ്പ് പിടിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലായിടത്തേക്ക് എത്തും. വേറൊരു കാര്യം കൂടി സുഹൃത്തുക്കളെ, ഈ ഒഴിച്ചേക്കരുത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെള്ളം വിടണുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുണ്ടാവുന്ന എല്ലാ കീടങ്ങളും പറന്നു പോവും. ഇതിൻ്റെ മണടിക്കുമ്പോൾ ഇതുമ്പോൾ കീടങ്ങളൊന്നും ഉണ്ടാവില്ല. ആ കീടങ്ങൾ ഇതൊന്ന് കലങ്ങി തെളിയുമ്പോഴേക്കും ഇതിൻ്റെ മണം അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനുള്ള എല്ലാ പ്രാണികളും ഇന്ന് പറന്നു പോകും. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ചൊരു മരുന്ന് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ട ഇതിനി കലങ്ങി തെളിയും, ഇത് വറ്റും. അത് കഴിയുമ്പോൾ മോട്ടർ അടിച്ച് ഇതിലേക്ക് വെള്ളം വിടുമ്പോൾ എല്ലായിടത്തേക്കും വികസിക്കും, എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ ഇതിൽ നിന്ന് പ്രാണികളൊക്കെ പറന്നു പോകും. കണ്ടാ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്കൊരു 15-20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഈ വീഡിയോ നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും. ഇതും ഉണ്ടായി കിടക്കുന്ന കായ്കനികൾ നിങ്ങളെ കാട്ടിത്തരുന്ന് മനസ്സിലാക്കുന്നതായിരിക്കും.